ഒരുക്കനാളും ആ ശബത്ത് വലിയതുമായതുകൊണ്ട്, പിറ്റേ ദിവസം ശബത്താണ്, അതുകൊണ്ട് യേശുവിന്റെ ശവശരീരം ക്രൂശിൽ കിടക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് കാലൊടിക്കണം. അതെന്തിനാ? കാലൊടിച്ചാൽ പിന്നെ കാലിൽ കുത്തിപ്പൊങ്ങി ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് അവർ മരിക്കും. അങ്ങനെ ശവശരീരം എടുത്തു മാറ്റാം. ഇതിനു വേണ്ടിയാണ് ഈ കാലുകൾ ഒടിക്കുന്നത്. അപ്പോൾ തന്നെ ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. ആ ശബത്ത് വലിയതും അന്ന് ഒരുക്കനാളുമാകുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവ ഞായറൊക്കെ നമ്മൾ ആഘോഷിക്കുവാനിടയായി. ലോകം മുഴുവൻ വേറൊരു ആഘോഷം പോലെയാണ് അത് കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ ആളുകൾ പറയുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു ചിന്തയുണ്ട്, ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. യേശുക്രിസ്തു പറഞ്ഞൊരു വാചകമുണ്ട്. യോന കടലാനയുടെ ഉള്ളിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ യേശു കർത്താവ് അല്ലെങ്കിൽ മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളിൽ 3 രാവും 3 പകലും ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച രാത്രിയിൽ യേശുക്രിസ്തു തന്റെ ജീവനെ വെച്ചുകൊടുത്തു. ആ സമയത്ത് അവനെ കല്ലറയിൽ വെച്ചാൽ 3 രാവും 3 പകലും ഒന്നും കിട്ടത്തില്ല. അതിനൊത്തിരി കണക്കുകളൊക്കെ ആളുകൾ പറയാറുണ്ട്. ഇന്ന് രാത്രിയിൽ എൻ്റെ വിഷയം അതല്ല എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ മാത്രം പറയാം. പെസഹ ഒരു വ്യാഴമാണ് എന്നുള്ളത് ബൈബിളിലെങ്ങും യാതൊരു തെളിവുമില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് പെസഹ നീസാൻ മാസം 10-ാം തീയതി നിങ്ങളൊരു ആട്ടിൻകുട്ടി എടുക്കണം, 14-ാം തീയതി അതിനെ അറക്കണം. ദിവസം അവിടെ പറയുന്നില്ല, ഡേറ്റ് ആണ് പറയുന്നത്. 14-ാം തീയതിയാണ് പെസഹ വരുന്നത്, നീസാൻ മാസം. അത് വ്യാഴമാകാം, വെള്ളിയാകാം, ബുധനാകാം. ആ ഭാഗം പറഞ്ഞ് ഞാൻ അവിടെ വിടുകയാണ്. യേശുക്രിസ്തുവിന്റെ ശരീരം ക്രൂശിലിരിക്കുമ്പോൾ യേശുവിന്റെ അരികിൽ കാലൊടിക്കുവാൻ വന്ന പടയാളികൾ അവൻ മരിച്ചു എന്ന് കണ്ട് കാലൊടിച്ചില്ല. എന്തുകൊണ്ട് അവർ കാലൊടിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതൊരു പ്രവചനമാണ്. സങ്കീർത്തനം 34:20 പറയുന്നു, അവന്റെ അസ്ഥികളെല്ലാം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അവയിൽ ഒന്നുപോലും ഒടിഞ്ഞു പോവുകയില്ല. അപ്പൊ അവരുടെ കാലുകൾ ഒടിക്കാൻ ഇതൊരു പ്രവചനമാണ്, വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാണ്. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം. ദൈവം ഒരു വാഗ്ദത്തം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആലോചനാ സഭയിൽ നിന്നുകൊണ്ട് ഒരു ദൈവദാസൻ പ്രാപിച്ചത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉറപ്പിച്ച് ഞാൻ പറയാം, കാലം എത്ര കഴിഞ്ഞാലും അത് നിവർത്തിച്ചിരിക്കും. ആമേൻ. അപ്പൊ യേശുക്രിസ്തുവിനോടുള്ള